ശുശ്രൂഷയുടെ പേരിൽ തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. വീഡിയോ രോഗശാന്തിയുടെ പേരിൽ കച്ചവടം നടത്തുന്നവരുണ്ട് ബന്ധുക്കോസിനകത്ത്. പച്ച കച്ചവടം. കാശ് കിട്ടണം. ഇവിടുന്ന് പ്ലെയിനെ കയറുമ്പോൾ ഞങ്ങളൊക്കെ പ്രസംഗിക്കാൻ പോയാൽ, ഞാനൊക്കെ പ്രസംഗിക്കാൻ പോയാൽ എന്നെ രോഗശാന്തി അത്ഭുതം ഉണ്ടെന്ന് പറഞ്ഞ് പ്ലെയിനെ കയറുമ്പോൾ പ്രവാചകന്മാരായി അവിടെ ചെന്നിട്ട് കെട്ടി വട്ടം കെട്ടി ചുറ്റിക്കെട്ടി പോരാടുന്ന പോരാട്ടോതിന് ബന്ധനവും കെടുതികളും എന്നൊക്കെ പറഞ്ഞ് മനുഷ്യനെ പറ്റിക്കുന്ന കള്ളപ്രവാചകന്മാരും കള്ള രോഗശാന്തിക്കാരും ഉണ്ട്. അത് സത്യമാണ്. അതെന്ന് പറഞ്ഞാൽ ടെലിവിഷനകത്തോട്ട് ഇങ്ങനെ കാണിക്കുക, ഇത് ഞാൻ പ്രാർത്ഥിച്ചപ്പോ ഇത് ഒരു കുന്തവും നടന്നിട്ടില്ല. പക്ഷെ യഥാർത്ഥ ഒരു സെക്കൻഡ് ഞാൻ പറയാം, ഞാനിന്ന് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് മറുപടി തരാം. നിങ്ങൾ മിണ്ടായി, ഞാൻ പറഞ്ഞത് കേൾക്കട്ടെ. ഞാൻ വ്യക്തിപരമായി രോഗശാന്തി അനുഭവിച്ചിട്ടുള്ള ആളാ. ഞാൻ പ്രാർത്ഥിച്ച നിങ്ങളുടെ ബ്രദർ സുരേന്ദ്രൻ എന്നെ അങ്ങോട്ട് പറയാൻ പോവാ. അതൊന്നും കേൾക്കത്തി. എന്നോട് പറഞ്ഞു, തൊട്ടടുത്ത പാലസ് ലാൻഡ് അമ്മച്ചിയുടെ വീട്ടിൽ എന്നെ കൊണ്ടുപോയി. ഞാനും വൈഫ് കൂടെ അവിടെ ചെന്നു. സുജ വീൽ ചെയറിൽ ഇരിക്കുമായിരുന്നു. കീമോ ചെയ്യണം, ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അപ്പം നിലമ്പൂർ ഇലക്ഷൻ കഴിഞ്ഞ് ഞാൻ വന്ന സമയം സ്പീഡിൽ അവിടെ ചെന്നു പ്രാർത്ഥിച്ചു. ഗുളിക കഴിക്കാൻ ഇടയാവുള്ളേ പാസ്റ്റർ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എല്ലാം ദൈവത്തിന്റെ കയ്യില്ല, നമ്മൾ ഒന്നുമല്ല എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞു പ്രാർത്ഥിച്ചു. എന്നാൽ അവൾ അസുഖം ഭേദ വീട്ടിൽ എഴുന്നേറ്റ് നടക്കുക. റീജിയണൽ ക്യാൻസർ സെന്റർ വരെ പോകണം. എവിടെ വേണേലും വരാം. സാറ് പറയുന്നത് വരാം. രോഗശാന്തി